ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയർലൻഡിലേക്കുള്ള നഴ്സസ് ഇന്റർവ്യൂവിന് പാസ്സാകാൻ പറ്റുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. ഞാൻ ആകെ ഒരൊറ്റ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ഇന്റർവ്യൂവിൽ ഞാൻ എങ്ങനെ പാസ്സായി അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. യൂട്യൂബിൽ നമുക്ക് ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാനും 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഒരു നോട്ട്ബുക്കോ ഡയറി എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. അതിനുള്ള ആൻസേഴ്സും നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. വീഡിയോസിൽ പറയുന്നത് പോലെ അതുപോലെ തന്നെയുള്ള ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. മെയിനായിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതായത് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും രണ്ടാമത്തേത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിലോ ഐസിയുലോ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും, അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതല്ലാതെ നിങ്ങളുടെ ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത അതായത് ഐസിയുയോ ഓപ്പറേഷൻ തിയേറ്ററോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നല്ലാതെ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് എന്നോട് ചോദിച്ചത്. സോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആൻസർ പറയാൻ ഈസി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നമ്മൾ എന്തായാലും പാസ്സാവും. സോ നമ്മളിപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂ ഞാൻ എന്തായാലും പാസ്സാകും എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ചെറിയ രീതിയിലുള്ള പേടിയും ടെൻഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുത്ത് എങ്ങനെയാണോ നമുക്ക് കാം ആവാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ കാം ആയിട്ട് നമ്മുടെ ടെൻഷൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ നല്ല പ്ലസന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷനിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഏത് ആപ്പ് വഴിയായിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏജന്റ് നേരത്തെ നമുക്ക് പറഞ്ഞു തരും. സോ ആ ആപ്പായിട്ടൊന്ന് ഫെമിലിയറൈസ് ആവുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അതായത് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് വഴിയായിട്ടായിരുന്നു. ഞാൻ വന്നത് CPL ഹെൽത്ത് കെയർ വഴിയായിട്ടാണെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ CPL ഹെൽത്ത് കെയറിലെ എൻ്റെ ഏജന്റ് മൈക്രോസോഫ്റ്റ് ടീംസ് വഴി എനിക്ക് ഒരു ഓൺലൈൻ സെക്ഷൻ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അതായത് ഇന്റർവ്യൂവിന് മുമ്പ് ഒരു 3 ഡേയ്സ് മുമ്പ് എനിക്കൊരു ഓൺലൈൻ സെക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഏജന്റുമായിട്ട്. സോ അങ്ങനെ നിങ്ങളുടെ ഏജന്റ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് ആ ഒരു ആപ്പ് വഴി കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക. കാരണം നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആപ്പുമായിട്ട് നമുക്ക് കുറച്ച് പരിചയം ഉണ്ടാവുന്നതും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് വരുന്നത്. അടുത്ത കാര്യങ്ങൾ ഇന്റർവ്യൂ നടക്കുന്ന ദിവസത്തിലെ കാര്യങ്ങളാണ്. സോ നമുക്ക് എപ്പോഴാണ് ഇന്റർവ്യൂ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു ടൈം നമ്മുടെ ഏജന്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും.